بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين علماءنا الأفاضل مشايخنا الكرام وإخوتنا في الله സഖാഫികളുടെ മാനിഫെസ്റ്റോയാണ് മുഹയ്യിസുന്ന അത്വാലല്ലാഹു ബഖാഅഹു മഅ സിഹ്ഹതി വൽ ആഫിയ നമ്മോടിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഒരു ആലിമാകണമെങ്കിൽ ഒരു വിഷയത്തിൽ ഒരാൾക്ക് കൃത്യമായ അറിവുണ്ടാകണമെങ്കിൽ ആ വിഷയത്തിൽ 5 കാര്യം പഠിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിൽ നിന്ന് ഷെയ്ഖ് ഹുസാം അൽ അസ്ഹരിയെ കണ്ട് നമ്മുടെ നാട്ടിൽ വന്ന് ഉലമാക്കൾക്കൊരു ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇദാ റുംത ഇൽമൻ ഫഹ്കിമൻ ലബിനാതിഹ. ഒരു ഇൽമ് ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അടിത്തറ ശക്തിയാക്കണം, ഇഷ്ടികകൾ ശരിപ്പെടുത്തണം. അതേതൊക്കെയാണ്? മസായിലു തത്ബീഖുൻ ഉസൂലുൻ തറാജിമു വ അബ്ഹാസു അഹ്ലിൽ അസ്രി ഖുദ്ഹാ ലകൽ ഉലാ. ഏത് വിഷയത്തിലായാലും അതിൻ്റെ മസായിലുകൾ പഠിക്കണം. എൻജിനീയറിംഗ് ആണെങ്കിലും മെഡിസിൻ ആണെങ്കിലും അതിൻ്റെ മസായിലുകൾ പഠിക്കണം. മസായിൽ പഠിച്ചാൽ മാത്രം പോരാ, അത് തത്ബീഖ് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ ഫിഖ്ഹിൻ്റെ മസ്അലകൾ ഫിഖ്ഹിൻ്റെ ഗ്രന്ഥത്തിൽ ഓതി പഠിക്കുമ്പോൾ എങ്ങനെയാണ് ആധുനിക യുഗത്തിൽ അതിനെ അപ്ലൈ ചെയ്യുക എന്നതുകൂടെ അറിയണം. ഉസൂല് പഠിക്കണം. ഉസൂൽ പഠിക്കണം. പാരസെറ്റമോളാണ് പനിക്ക് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് എന്നുകൂടെ ഡോക്ടർ പഠിക്കണം. അല്ലെങ്കിൽ ഇപ്പം നമുക്കും അറിയില്ലേ. അപ്പോൾ ആ ഉസൂൽ പഠിക്കണം. മിസാജ് നോക്കിയിട്ടേ മരുന്ന് കൊടുക്കാൻ പറ്റുകയുള്ളൂ. തറാജിമോ ഉലമാക്കളുടെ തർജ്ജമ പഠിക്കണം. അതാണ് മുഹയ്യിസുന്ന അത്വാലല്ലാഹു ബഖാഅഹു മഅ സിഹ്ഹതി വൽ ആഫിയ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. ഉസ്താദിൻ്റെ ചരിത്രം പഠിക്കണം എന്ന് പറഞ്ഞത് അത് ആവശ്യമാണ്. തറാജിമുൽ മശായിഖ്, ഗുരുനാഥന്മാരുടെ ചരിത്രം പഠിക്കണം. ഒന്നാമതായി അവരുടെ കാലഗണനയും മറ്റും പഠിക്കുന്നതാണ്. മറ്റൊന്ന് അവരുടെ കോൺട്രിബ്യൂഷൻസിന് പഠിക്കുന്നതാണ്. അവരുടെ മശായിഖമാരാരായിരുന്നു എന്ന് പഠിക്കുന്നതാണ്. അവരുടെ ശിഷ്യന്മാരാരായിരുന്നു, അവരുടെ മുഅല്ലഫാത്തുകൾ എന്തൊക്കെയാണ്, കാഴ്ചപ്പാടുകൾ എന്താണ്, ജീവിത ദർശനങ്ങൾ എന്താണ് എന്ന് പഠിക്കൽ. അത് നമ്മുടെ പരമ്പരയിലുള്ള മുഴുവൻ ആളുകളെയും പഠിക്കണം. മഹാനായ ചെറിയപ്പി ഉസ്താദ് റഫഅ അല്ലാഹു ദറജതഹു നവ്വറ അല്ലാഹു ഖബ്റഹു, എനിക്കെപ്പോഴും ഓർമ്മ വരും, ഒരൊറ്റ നൃത്തത്തിൽ അങ്ങനെ പതിയെ പതിയെ പറഞ്ഞ് പറവണ്ണ, പാനായിക്കുളം, പതി, പാങ്ങിൽ എന്നിങ്ങനെ ഇങ്ങനെ ഒരുപാട് ആലിമീങ്ങളുടെ ആ ചരിത്രം മണിമണിയായി പറയുന്നത്. വരും തലമുറക്കൊക്കെ അത്തരം ചരിത്രങ്ങൾ എവിടെ ഓർമ്മയുണ്ടാകും? മർകസ് യൂണിവേഴ്സിറ്റിയിൽ മർകസിൻ്റെ മലൈബാർ ഫൗണ്ടേഷൻ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ് നമ്മളൊരു ഗവേഷണ സ്ഥാപനം ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ കീഴിൽ മേക്കേഴ്സ് ഓഫ് കേരള എന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ നിർമ്മാതാക്കളായ 200 ആളുകളുടെ ചരിത്രം പറയുന്നുണ്ട്. കേരളത്തിൻ്റെ നിർമ്മാതാക്കൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഉലമാക്കളും സാദാത്തുക്കളും സുഅമാഉം, മേക്കേഴ്സ് ഓഫ് ഇസ്ലാം ഇൻ കേരള, കേരളത്തിലെ ഇസ്ലാമിൻ്റെ നിർമ്മാതാക്കൾ. അതിലിപ്പോൾ അവസാനമായി ഇറങ്ങിയത് അല്ലാമ ശിഹാബുദ്ദീൻ ഷാലിയാത്തി അവരുടെ ഗ്രന്ഥമാണ്. 200 ആളെ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയൊന്നും നിൽക്കൂല യഥാർത്ഥത്തിൽ. അതുപോലെ ഉസ്താദ് അവരുടെ ഒരു ആത്മകഥ, എന്താ പുസ്തകത്തിൻ്റെ പേര്? ഉസ്താദിൻ്റെ ആത്മകഥ. ഹൃദയപൂർവ്വം അല്ലല്ല, വിശ്വാസപൂർവം. ഇത് പരസ്യം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അത് നമ്മുടെ മനസ്സുകളിലൊന്നും ഇല്ല.
സോ അതിൻ്റെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഡിസംബർ 28 കാസർഗോഡ് വെച്ച്. അപ്പോൾ നമ്മളെല്ലാവരും ആ പുസ്തകം ബുക്ക് ചെയ്യണം. അത് പുസ്തകം ചിലവാകാനല്ല ഞാൻ പറഞ്ഞത്, അതിൽ ഇപ്പറഞ്ഞ എല്ലാ കഥകളുണ്ട്. ചേകന്നൂരിൻ്റെ കഥയുണ്ട്, മുസ്ലിം ലീഗുമായുള്ള ബന്ധങ്ങളുണ്ട്, അങ്ങനെ പറഞ്ഞിട്ട് എല്ലാ കഥകളും അതിലുണ്ട്. അപ്പോൾ നമ്മൾ ആ പുസ്തകം വാങ്ങണമെന്ന് മാത്രമല്ല, ഉസ്താദിൻ്റെ കഥകൾ അവിടെ ഒരു പുസ്തകത്തിൽ ഒതുങ്ങുകയില്ല. എനിക്ക് ഷെയ്ഖുന സംസാരിച്ചപ്പോൾ ഓർമ്മ വന്നത്, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എവിടെയെങ്കിലും കണ്ട ഉസ്താദിനെ നിങ്ങൾ വായിച്ചിട്ടുള്ള പൂർവകാല മശായിഖന്മാരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്താവുന്ന നിങ്ങൾക്ക് തോന്നിയ കാര്യം, അല്ലാതെ നിങ്ങളുടെ വെറും ഒരു ജീവിതാനുഭവമല്ല. ഇപ്പറഞ്ഞ പോലെ ഇന്ന വിഷയത്തിൽ അതുപോലെയായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളൊരു കുറിപ്പാക്കിയിട്ട് ഇവിടെ എത്തിച്ചാൽ എനിക്ക് തോന്നുന്നു അത് നമുക്കൊരു പുതിയ ആശയമായിട്ട് ക്രോഡീകരിക്കാൻ കഴിയും എന്ന്. എന്തായാലും നമ്മൾ വായനയുണ്ടാകണം, മുതാലഅയുണ്ടാകണം. എല്ലാ സഖാഫിയുടെയും കൂടെ ഒരു വായന പുസ്തകം, ഒരു നിരന്തരം നിത്യമായി വായിക്കുന്ന ഒരു കിതാബ് കയ്യിലുണ്ടാകണം എന്നുള്ളതാണ്. അത് അറബിയിൽ തന്നെയാകലാണ് ഏറ്റവും നല്ലത്. ഇനി ഇംഗ്ലീഷിലോ ഉറുദുവിലോ ഫാരിസിയിലോ നമുക്ക് ഏത് ഭാഷയിലുള്ളതും ആകാം. ഒരു വായന മുറിയാത്തൊരു രീതി വേണം. നമ്മൾ ഓതിക്കൊടുക്കുന്ന പുസ്തകങ്ങളല്ലാത്ത, കിതാബുകളല്ലാത്ത അതിനപ്പുറത്തുള്ള ഒന്ന്. ഞാനിപ്പോൾ അടുത്ത് ഖത്തറിൽ ചെന്നപ്പോൾ അവിടുന്ന് ഒരു ആലിം ഒരു പുസ്തകം തന്നു, ഇംഗ്ലീഷിൽ ഫുതുവ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് വായിച്ചു നോക്കിയപ്പോൾ അറബിയിലുള്ള 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച അബൂ അബ്ദുറഹ്മാനു സുലമി എന്ന് പറയുന്ന ഒരു ഇമാമിൻ്റെ കിതാബുൽ ഫുതുവ എന്ന് പറയുന്ന ഗ്രന്ഥം, അതിനെ ആധാരപ്പെടുത്തി പിൽക്കാലത്ത് ജലാലുദ്ദീൻ റൂമിയുടെയും സഈദ് നുർസിയുടെയും ഒക്കെ പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ സുന്നി വോയിസിൽ അടുത്തിലക്കം മുതൽ ഒരു ഖണ്ഡശയായി പ്രസിദ്ധീകരിച്ചു വരികയാണ്. നമുക്ക് പലയിടങ്ങളിൽ നിന്ന് കിട്ടും. ഇപ്പോൾ ഷെയ്ഖ് ഹുസാമ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞിട്ടുള്ള ഇമ്രാനിയാത്ത് എന്ന് പറഞ്ഞൊരു ടോപ്പിക്, സിവിലൈസേഷനെ കുറിച്ച് ഇമാം സുബുക്കി എഴുതിയ ഒരു ഗ്രന്ഥത്തെക്കുറിച്ചാണ് ഷെയ്ഖ് ഹുസാമ അവർ ഇവിടെ വന്നപ്പോൾ പറഞ്ഞത്. ഞങ്ങൾ ഇത്തവണ അത് ഷാർജ ബുക്ക് ഫെയറിൽ അന്വേഷിച്ചു. ആ സബ്ജക്റ്റിലുള്ള മുഴുവൻ കിതാബുകളും ഇവിടെ സംഘടിപ്പിച്ചു. നഗരവൽക്കരണത്തെക്കുറിച്ച് എന്താണ് ഇസ്ലാം പറഞ്ഞത് എന്ന് വലിയ നമ്മുടെ മശായിഖന്മാരായ നമ്മുടെ അയിമ്മത്തുകൾ തന്നെ അത്തരം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഗ്രന്ഥം പരതുക, ഏത് നാട്ടിൽ പോയാലും അവിടുത്തെ ലൈബ്രറിയിൽ പോവുക, അവിടുന്ന് ഒരു പുതിയ പുസ്തകങ്ങൾ കാണാത്തത് കണ്ടെത്തുക, അത് വായിക്കുക. അങ്ങനെയുള്ളൊരു അപ്ഡേഷൻ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായാലേ നമുക്ക് കാലഘട്ടത്തിന് ഒത്തുനിൽക്കാനും പഴയ കാലത്തുണ്ടായിരുന്നത് പുതിയ കാലത്തുള്ളത് തന്നെയാണ് എന്നൊക്കെ മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. അത് സഖാഫികളുടെ കൂടെ ഇപ്പോഴെന്താണ് വായിക്കുന്നത്, ഇപ്പോഴേതാണ് മുത്താല ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന കാലത്ത് ജീവിച്ച ഇന്ന ഇമാമിൻ്റെ ഇന്ന പുസ്തകമാണ്, ഇന്ന കിതാബാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. കാലികമായ വിദ്യാഭ്യാസം നമ്മൾ നേടണം. അപ്പോൾ ഈ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഒരു മൊബൈൽ ഫോൺ ഉണ്ടായാൽ തന്നെ കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. കൊട്ടുക്കര സഅദി മൊഹീദ്ദീൻ സഅദി ഇവിടുത്തെ മുദരിസാണ്, സീനിയർ മുദരിസാണ് ഇപ്പോൾ നല്ല. അപ്പോൾ മൂപ്പര് അടുത്ത ദിവസം പറഞ്ഞു, അന്ന് എനിക്ക് പറ്റൂല, അന്ന് എനിക്കൊരു എക്സാം ഉണ്ട്, ഞാനിപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ എക്സാം എഴുതുന്നുണ്ട് എന്ന്. ചുള്ളിക്കോട് ഉസ്താദിന് പിന്നെ എഴുതാൻ യൂണിവേഴ്സിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഏത് പ്രായത്തിലും നമുക്ക് എഴുതാം, പുതിയ പരീക്ഷകൾ എഴുതാം, പുതിയ അറിവ് നേടാം. ഇതിൻ്റെ ഒരു അഭിവാഞ്ചയും ഒരു ത്വരയും നമ്മിലുണ്ടാകണം. പ്രഭാഷണത്തിൽ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ശൈലിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം. പണ്ട് പറഞ്ഞ അതേ രീതിയിലും അതേ ഫോഴ്സിലും അതേ ശബ്ദത്തിലും അതേ ഭാഷയും ഉപയോഗിച്ചുകൊണ്ടല്ല നമ്മൾ പറയേണ്ടത്. കാലഘട്ടത്തിനനുസരിച്ച് മാറണം. അപ്പോൾ ഇന്ന് ആളുകൾ കേൾക്കുന്നത് 1.5 മിനിറ്റുള്ള പ്രസംഗമാണെങ്കിൽ 1.5 മിനിറ്റിൻ്റെ ഇതിലേക്ക് നമ്മൾ മാറണം. ഇന്നലെ മർക്കസ് ഗാർഡനിൽ ഞങ്ങളൊരു പരീക്ഷണം നടത്തി. ചിലതൊക്കെ അവിടെ പരീക്ഷിച്ച് നോക്കിയിട്ടാണ് ഇവിടെ കൊണ്ടുവരിക, കാരണം ഒന്നിച്ച് നടപ്പിലാക്കാൻ കഴിയില്ല. മങ്ങിയ വെളിച്ചത്തിൽ എങ്ങനെ സമ്മേളനം നടത്താമെന്ന് വളരെ ഭംഗിയായിട്ട് നടന്നു. ആളുകൾ വളരെ ഹാപ്പി ആയിരുന്നു. ഈ ഭീം ലൈറ്റിൻ്റെ ചൂടിലിരുന്ന് എഴുന്നേറ്റ് പോകാനും കഴിയൂല, അത്ര ബേജാറുണ്ടായിരുന്ന ആളുകൾക്ക് അവരുടെ മുഖത്തൊക്കെ വിടരുന്ന പുഞ്ചിരികൾ അവിടെ പ്രകാശം പരത്തി. അപ്പോൾ ആ സ്റ്റേജിലും ആ നിലക്ക് തന്നെയുള്ളൊരു രീതി കണ്ടു. ഇത് നമുക്ക് നടപ്പിലാക്കാവുന്ന, എല്ലാവരും ചെയ്യുന്ന എല്ലാ അബദ്ധങ്ങളും നമ്മൾ പിന്തുടരേണ്ട കാര്യമില്ല. നമ്മുടെ ഭാഷയിൽ മാറ്റങ്ങൾ വേണം. എഴുത്തിൽ ആളുകൾ വായിച്ചാൽ ഒഴുകുന്ന രീതിയിൽ എഴുത്തിലേക്ക് നമ്മൾ മാറണം. സംഘാടനത്തിൻ്റെ രീതിയിൽ നമുക്ക് പ്രസ്ഥാനം, അതിൻ്റെ കീഴിൽ സംഘടനകളുണ്ട്, അത് തരുന്ന വഴികളുണ്ട്.
എങ്കിലും നമ്മുടെ ഓരോ യൂണിറ്റിലും നമ്മുടെ മുഹല്ലകളിലും നടപ്പിലാക്കുന്നതിൽ നമ്മുടേതായ ആവിഷ്കാരങ്ങൾ അതിലൊക്കെ കൊണ്ടുവരാൻ സാധിക്കും. അതിന് പുതുമയുണ്ടാകുമ്പോഴാണ് നമ്മുടെ കൂടെ ആളുകൾ വരിക. ഇപ്പം പൊതുവെ വഅദിൻ്റെ മജ്‌ലിസുകളിലും മറ്റു പരിപാടികളിലൊക്കെ ആൾ കുറഞ്ഞു വന്നിട്ടുണ്ടല്ലോ. എങ്കിൽ എങ്ങനെ പൊതുസമൂഹത്തെ കൊണ്ടുവരാം എന്നത് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയും അതിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. നമ്മളെല്ലാറ്റിനും ഒരു മോഡലായി സമൂഹത്തിൻ്റെ മാതൃകയാകണം. അത് ഇബാദത്തിൻ്റെ വിഷയത്തിലും വേണം, വായനയുടെ വിഷയത്തിലും വേണം, എല്ലാറ്റിലും, ശബ്ദത്തിൻ്റെ വിഷയത്തിലും വേണം. എല്ലാറ്റിലും നമ്മൾ സമൂഹത്തിൽ ഒരു പ്രത്യേകം ഒരു മോഡലാകാൻ വേണ്ടി സഖാഫികൾക്ക് സാധിക്കണം. ഇപ്പോൾ റമദാൻ മാസത്തിൽ ഒരു 10 ദിവസത്തെ എഴുത്തിക്കാഫ് എന്ന് പറയുന്നത് മഹാന്മാരൊക്കെ ശരിയാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും 10 ദിവസം ഒഴിവാക്കില്ല. അവസാന വർഷം 20 ദിവസം എഴുത്തിക്കാഫിരുന്നു എന്നാണ്. നമ്മൾ ആരെങ്കിലും 10 ദിവസം ഇരുന്നിട്ടുണ്ടോ? ഉസ്താദ് ഗൾഫിൽ പോകുമ്പോൾ, ഞാൻ പോകാൻ തുടങ്ങിയപ്പോൾ പിന്നെ പറയായിരുന്നു നമുക്ക് ഇക്കൊല്ലം കുറച്ച് നേരത്തെ പോകണം. പക്ഷെ അന്ന് 27-ന് ഞാൻ ഇങ്ങോട്ട് പോന്നാലും ഉസ്താദ് പിന്നെ ഒന്ന് ഉംറക്ക് പോകും. അങ്ങനത്തെ കൊറോണ വന്നപ്പോൾ നല്ലൊരു ചാൻസായി. ഉസ്താദ് ഇവിടെ പള്ളിയിൽ എഴുത്തിക്കാഫിരുന്നു. അന്ന് ഞങ്ങളൊക്കെ ഇരുന്നു. ഞാൻ ഓർക്കും മൗലാന ഷാഹുൽ ഹമീദ് ശാന്തപുരം, അല്ലാഹു യർഹംഹു, മൂപ്പര് എല്ലാ വർഷവും 10 ദിവസം എല്ലാ ഫോണും ഓഫാക്കി ഒരൊറ്റ ഇരുത്തമാണ്. ചിലപ്പോൾ ഞങ്ങളുടെ കണ്ണിട്ടാക്കിൽ പള്ളിയിലിരിക്കും, ചിലപ്പോൾ എവിടെയെങ്കിലും വന്നിരിക്കും. ഒരിക്കൽ കോഴിക്കോട് സഹാബ മസ്ജിദിലാണ് അവസാന വർഷം ഇരുന്നത്. അതുപോലെ ഡൽഹിയിൽ എവിടെയായിരുന്നാലും 10 ദിവസം. അത് കണിശമായൊരു തീരുമാനമാണ്. നമുക്കങ്ങനെയൊന്ന് ചെയ്തുകൂടെ? CM ഇബ്രാഹിം സാഹിബ് തിങ്കളാഴ്ച നോമ്പ് വിൽക്കുന്ന പറഞ്ഞാൽ അതിന് മാറ്റമല്ല. ലോകത്ത് എവിടെയായിരുന്നാലും എവിടെന്നെങ്കിലും 2 ബിസ്ക്കറ്റ് വാങ്ങി അത്താഴം കഴിക്കും. വൈകുന്നേരം ഏതാണോ അടുത്തുള്ള മഖബറ അവിടെ പോയിട്ട് നോമ്പും തുറക്കും. ഇവരുടെ ചിരിയാണത്. സോ നമുക്കൊരു എഴുത്തിക്കാഫ് ഇരിക്കുക പോലുള്ളത്. നമ്മളിപ്പോൾ ജാമിഉൽ ഫുതൂഹിൽ എഴുത്തിക്കാഫിനായിട്ട് ഹൽവകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാ ഫഖീഹ് തങ്ങൾ അള്ളാഹു നല്ല ആരോഗ്യമുള്ള ദീർഘായുസ് നൽകട്ടെ. ഇനിയും ഈ സമുദായത്തിന് നേതൃത്വം നൽകാൻ അള്ളാഹു വലിയ തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ഉബൈദുല്ലാഹ്, അൽഹംദുലില്ലാഹ്, മർഹബ ശൈഖ്, മർഹബൻ ബിക്കും ജമീഅൻ. അൽഹംദുലില്ലാഹ്, ആനസ്തും നവർത്തും അൽ ബിലാദ്. അൽഹംദുലില്ലാഹ്. അഹ്മദ്, അൽഹംദുലില്ലാഹ്. ഫളൻ ഇരിക്കും. ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഈ ഒരു നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ചില ചിട്ടകളെ നമുക്കുണ്ടാക്കാം. ആഴ്ചയിൽ ഒരു ദിവസം രാത്രിയെ ഹയാത്താക്കാം. അതിനെ നമുക്കൊരു ഖാഫില നമ്മുടെ നാട്ടിലെ മസ്ജിദിൽ സംഘടിപ്പിക്കാം, നമ്മൾ നിൽക്കുന്ന പള്ളിയിൽ സംഘടിപ്പിക്കാം. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ, ത്വരീഖ് അത് പ്രസ്ഥാനമെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം എൻ്റെ ഭാഷയിൽ. അപ്പോൾ ത്വരീഖ് എന്ന് പറഞ്ഞാൽ ത്വരീഖിലുള്ള ഈ വളായിഫുകളെ പറ്റി മാത്രമാണ് നമ്മൾ ത്വരീഖത്ത് എന്നറിയാം. റാത്തിബ്, ദിക്ർ, രാവിലെ ചൊല്ലുന്നത്, വൈകുന്നേരം ചൊല്ലുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് ഞാൻ ഇന്ന ത്വരീഖത്താണ് മറ്റേ ത്വരീഖത്താന്ന് പറയും. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ ഈ വളായിഫുകൾ മാത്രമല്ല, വളായിഫുകൾ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ത്വരീഖത്ത് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ പ്രവർത്തനം, സേവന പ്രവർത്തനം, സാമൂഹ്യ പ്രവർത്തനം, കലാസാഹിത്യങ്ങൾ, വളായിഫുകൾ, ഇതെല്ലാം ചേർന്നതാണ്. നമുക്ക് ഖാജയുടെ ചരിത്രം പറയുമ്പോൾ, ഗൗസുൽ-ആദമിൻ്റെ ചരിത്രം പറയുമ്പോൾ അതറിയാം. പക്ഷെ അതൊന്നും ആരും പറയാറില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് തിരിയാറില്ല. ഈ വളായിഫുകൾ മാത്രമല്ല. അപ്പോൾ നമ്മളൊരു ത്വരീഖ് എന്ന് പറയുന്നത് നമുക്ക് ഉലമാ കൊണ്ടുവന്നിട്ടുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമാ തന്നെയാണ് നമ്മുടെ ത്വരീഖ്. ആ ത്വരീഖിൽ വളായിഫുകൾ നമുക്ക് നമ്മുടെ ഉസ്താദുമാർ തരുന്ന വളായിഫുകൾ തന്നെയുണ്ട്. ഇവിടുന്ന് സഖാഫി ബിരുദം കൊടുക്കുമ്പോൾ കൂടെ തരുന്ന ഒരു കിതാബുണ്ട്, ഉസ്താദ് ഇജാസത്തോടു കൂടി തരുന്ന ദിക്റുകളുണ്ട്. അതുപോലും പതിവാക്കാത്തവർ പിന്നെയും വളായിഫുകൾ തേടി വേറെ അലയുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ആ വളായിഫുകൾ നമ്മൾ ചൊല്ലിയാൽ തീരാത്ത അത്രയും ഉണ്ട്. പിന്നെ അത് ചൊല്ലി പരിശീലിക്കുന്നവർക്ക് അതൊക്കെ അതിവേഗം ചൊല്ലി തീർക്കാൻ വേണ്ടി കഴിയും. ദലായിലുൽ ഖൈറാത്ത് ഒഴിവാക്കാത്ത ഉസ്താദൊക്കെ ദലായിലുൽ ഖൈറാത്ത് ഒഴിവാക്കാറില്ല. ബദരീങ്ങളുടെ നാമങ്ങൾ ഒഴിവാക്കാറില്ല. റാത്തിബുൽ ഹദ്ദാദ് അതങ്ങ് കണിശമായി അങ്ങ് ചൊല്ലും. അങ്ങനെയുള്ള ആത്മീയ സരണികളെ നമ്മൾ വിട്ടുപോകരുത്. അങ്ങനെയാകുമ്പോഴേ നമ്മുടെ ശരീരത്തിനൊരു നിയന്ത്രണവും അച്ചടക്കവും ഉണ്ടാവുകയുള്ളൂ. ആരോഗ്യത്തിൻ്റെ വിഷയത്തിലും നമുക്ക് നമ്മെ സൂക്ഷിക്കാൻ വേണ്ടി കഴിയണം. 90 വയസ്സ് കഴിഞ്ഞ ആളുകളെ ആദരിക്കുക എന്നൊരു പ്രോഗ്രാമുണ്ട്.
ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞങ്ങൾ നോളജ് സിറ്റിയിൽ വെച്ച് ജുമാക്ക് ശേഷം ഒരാൾ ആദരിച്ചു. 96 വയസ്സുണ്ട്. മോട്ടോർ സൈക്കിളിലാണ് മൂപ്പർ വന്നത്. എന്താണ് മൂപ്പരുടെ ജീവിത ശൈലി എന്ന് ചോദിച്ചാൽ മൂപ്പർ കഴിക്കുന്ന ഭക്ഷണമാണ്. മർക്കസിൻ്റെ ആദ്യകാലത്തെ നമ്മുടെ ഒരു സഹകാരി കൂടിയായിരുന്ന ആളാണ്. ഇന്ന് ബഹുമാനപ്പെട്ട MN കുഞ്ഞാമദാജി അവരെ കണ്ടപ്പോൾ പറഞ്ഞു 90 വയസ്സ് പൂർത്തിയായി. അള്ളാഹു നല്ല ആഫിയത്ത് കൊടുക്കട്ടെ. 90 വയസ്സ് കഴിഞ്ഞാൽ തന്നെ അള്ളാഹു താല ദോഷങ്ങളൊക്കെ പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞ ഹദീസിൽ കാണാൻ വേണ്ടി സാധിക്കും. അപ്പം ആയുസ് നീളുക എന്ന് പറയുന്നത് അത് മനുഷ്യൻ്റെ ജീവിതക്രമങ്ങൾ അതിൻ്റെ ഒരു മുഖ്യ ഭാഗമാണ്. അപ്പോൾ ആരോഗ്യത്തെ പരിപാലിക്കുന്നതിൽ സഖാഫികൾക്ക് അവരുടേതായൊരു ശൈലി ഉണ്ടാകണം. ധനസമ്പാദനത്തിലും വിശദമായി പറയേണ്ടതില്ല, സൂചന പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം. വലിയ സമ്പാദ്യം ഉണ്ടാക്കണം എന്ന ബോധം ഒരു ആഗ്രഹം നമുക്ക് വേണ്ട. വളരെ പ്രയാസമുള്ള സമയത്ത് മാത്രമേ കടം വാങ്ങാവൂ. കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കുകയും വേണം. പലിശക്ക് കടം അങ്ങനെയുള്ളൊരു പേര് നമ്മെക്കുറിച്ച് എവിടെയും കേൾക്കാൻ പാടില്ല. പലിശയ്ക്ക് കടം വാങ്ങുന്ന ആളുകൾ, എന്നിട്ട് ജപ്തിയായവർ നിത്യേന 2-3 ആളുകൾ വരും. ഒരാൾ പറഞ്ഞു 13 ലക്ഷം കടമുണ്ട്, ഇപ്പം അടച്ചിട്ടില്ല, ജനുവരി 31 മുമ്പ് അടച്ചില്ലേ, വീട് അത് കഴിഞ്ഞ് പിറ്റേന്നൊരാൾ വരുന്ന കൽപ്പറ്റയിൽ നിന്ന് അവിടുത്തെ ജില്ലാ സെക്രട്ടറിൻ്റെ എഴുത്തുമായിട്ട് 80 ലക്ഷം റുപ്യ കടമുണ്ട് ബാങ്കിൽ, അതിപ്പോൾ അടച്ചിട്ടില്ലെങ്കിൽ പോയി പോകും. ഞാൻ പറഞ്ഞു വീട് മറ്റൊരു എടുക്കുന്നല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, 80 ലക്ഷം വാങ്ങിയിട്ടല്ലേ. വേറെ ഒരു ഉസ്താദ് ഈ അടുത്ത ദിവസം പറഞ്ഞു ഇങ്ങനെ ചെറിയ കടമുണ്ട്, ഗലബത്തുദ്ദൈനുണ്ട്, പ്രത്യേകം ദ്വാരക്കണം. എത്ര ഉണ്ടെന്ന് വെച്ചപ്പോൾ 70 ലക്ഷത്തിൻ്റെ മുകളിലുണ്ട്. ഇത്രയും വലിയ കടം എങ്ങനെയാണ് വരുന്നത്? നിത്യജീവിതത്തിന് ബുദ്ധിമുട്ടുന്ന ഘട്ടത്തിലല്ലേ കടം വാങ്ങുക. കടം വാങ്ങാതെ ചിലപ്പോൾ ജീവിക്കാനൊന്നും കഴിയില്ല. അതിന് കടം കൊടുക്കുന്ന ശീലവും നമുക്കുണ്ടാകണം. കൊടുത്താൽ ചോദിക്കാതിരിക്കുന്ന ശീലവും ഉണ്ടാകണം. വാങ്ങിയാൽ കൊടുക്കുന്ന ശീലവും ഉണ്ടാകണം. വെറുതെ കടം വാങ്ങുന്ന രീതി നമുക്കുണ്ടാകരുത്. പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നമുക്കൊരിക്കലും ഉണ്ടാകരുത്. അങ്ങനത്തെ ഒരു ഘട്ടം വന്നാൽ നമ്മളെല്ലാവരും കൂടി സഹായിക്കുന്ന ഒരു രീതി ഉണ്ടാകണം. നമുക്ക് സക്കാത്ത് ഗൈഡൻസ് നടത്താമല്ലോ. സക്കാത്ത് കൊടുക്കാൻ പറ്റിയ ആളുകൾ നമ്മുടെ നാടുകളിലൊക്കെയുണ്ട്. അവരെ വിളിച്ചറിയിക്കുക, ഇന്ന ആൾക്ക് ഇന്ന ആവശ്യമുണ്ട്, അപ്പോൾ നിങ്ങളിലൊക്കെ ഒരു സക്കാത്തിൻ്റെ ചെറിയൊരു വിഹിതം തന്നാൽ അയാൾക്ക് ഇന്നത് ചെയ്യാം. നമ്മൾ മറ്റ് വിതഴികൾ ചെയ്യുന്നത് പോലെ സക്കാത്ത് കൊണ്ട് ഓട്ടോറിക്ഷ വാങ്ങാനോ പുരണ്ടാക്കാനോ പോകണ്ട. സക്കാത്ത് വാങ്ങിക്കൊടുത്ത് അതുകൊണ്ട് പുര ഉണ്ടാക്കിക്കാമല്ലോ, അതുകൊണ്ട് കടം വീട്ടാമല്ലോ, അതുകൊണ്ട് നമുക്ക് മറ്റാവശ്യങ്ങൾ പൂർത്തിയാക്കാമല്ലോ. ഇതൊക്കെ നമ്മൾ ഇനിഷ്യേറ്റീവ് ചെയ്തുകൊണ്ട് ഇറങ്ങേണ്ടതാ. ഇത് ഓരോ മഹലിൽ നിൽക്കുന്ന ആളുകൾക്ക് സ്വയം ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഈ പ്രസ്ഥാനത്തെ മർക്കസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു അഭിമാന സ്ഥാപനമാണ് എന്നോർത്ത് ഒരു വർഷത്തിൽ 100 ആൾക്കെങ്കിലും, പുതിയ 100 ആൾക്കെങ്കിലും മർക്കസിനെ നമ്മൾ പരിചയപ്പെടുത്തണം. അപ്പം മർക്കസിനെ പരിചയപ്പെടുത്തുമ്പോൾ ഒരു ആത്മീയ കേന്ദ്രമായിട്ട് പരിചയപ്പെടുത്തേണ്ട ആളുകളുണ്ട്. ഒരു ഭൗതിക കലാലയമായിട്ട് പറയുമ്പോൾ അതിനെ ഉൾക്കൊള്ളുന്ന ആളുകളോട് അതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. എന്ത് മികവാണോ അവരുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടത് അതാണ് അവതരിപ്പിക്കേണ്ടത്. എല്ലാവരുടെ മുന്നിലും ഒരേ സംഗതി അല്ല പറയേണ്ടത്. ഉസ്താദിനെ പറ്റി പറയുമ്പോഴും എവിടെ ചെന്നാലും അപ്പോൾ ഉസ്താദിൻ്റെ കറാമത്താണ് എന്ന് പറഞ്ഞിങ്ങനെ പറയുകയല്ല വേണ്ടത്. അത് ഉൾക്കൊള്ളുന്ന ആളുകളുടെ അടുത്ത് ആ രീതിയിൽ അവതരിപ്പിക്കണം. ഇപ്പോൾ ഉസ്താദിൻ്റെ മഹത്വങ്ങളാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന വന്മൾ ഉസ്താദ് അവർ നമ്മോട് പറഞ്ഞത്. അപ്പോൾ പറയുമ്പോൾ ആ ഒരു പ്രയോറിറ്റി, ഉസ്താദ് അല്ലാഹു തആല വലിയൊരു ഭാഗ്യം കൊടുത്ത മനുഷ്യനാണ്, മൂപ്പർക്ക് അല്ലാഹു തആല ഇന്നൊരു സംഗതി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആ സേവനത്തിൻ്റെ കാര്യങ്ങളെ പറയാൻ ആളെയും അവസരവും വേദിയൊക്കെ നോക്കിയിട്ടേ അവിടെ നമ്മൾ പറയാവുള്ളൂ. അതിനുള്ള ശീലി സ്ഥാപനത്തെ പരിചയപ്പെടുത്തുമ്പോഴും ഉസ്താദിനെ പരിചയപ്പെടുത്തുമ്പോഴും ഒക്കെ വേണം. മർക്കസ് നടത്തിയ സാമൂഹിക വിപ്ലവങ്ങൾ, ഒരു വിഷയത്തെ നമ്മൾ അവതരിപ്പിക്കുന്നതിൻ്റെ രീതിയിലാണ് മറ്റുള്ളവർക്ക് മനസ്സിലാവുക. അപ്പോൾ ഫതുഹുൽ മുഈനിൽ കിതാബുകൾ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്, മക്തബയിൽ നിന്ന് കിതാബ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, മിൽക്കിയത്ത് എങ്ങനെയാണുള്ളത് എന്ന് നമ്മൾ പറയുന്നതിനെ പറ്റി ഈ അടുത്തൊരാൾ പറഞ്ഞു, ലൈബ്രറി സയൻസ് കേരളത്തിൽ ആദ്യമായി സംസാരിച്ചത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമാണ് എന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അത് പൊതുസമൂഹത്തിലുള്ള ആളുകൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ ആശയത്തെ നമ്മൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നിടത്ത് അതിനെ അവതരിപ്പിക്കാൻ പറ്റിയ രീതിയെ നമ്മൾ കേട്ടുകൊണ്ട് പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. സമസ്തയുടെ സെൻറ്റിനറിയാണ്, സമസ്ത സെൻറ്റിനറി എന്നാണ് നമ്മളിനി പറയുക. നമ്മൾ ആ പേരിട്ടത്. അപ്പോൾ അതിന് 100ാം വാർഷികം എന്നല്ല നമ്മൾ പറയാം. അത് 2 ഐഡൻറ്റിറ്റി ആയി 2 നിലനിൽക്കണം. സമസ്ത 2 ഉണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കുന്നവരാണ്. ചിലപ്പോൾ 2 എടുത്ത് 1 ആവാനും സാധ്യതയുണ്ട്. അല്ലാഹു ആക്കി തരട്ടെ. അപ്പോൾ സമസ്ത സെൻറ്റിനറിയാണ് നമ്മുടേത്. സമസ്ത സെൻറ്റിനറിയുടെ ഭാഗമായിട്ട് ആദ്യം നടക്കുന്നത് SYSൻ്റെ
പ്ലാറ്റിനം ഇയർ ആണ്. പ്ലാറ്റിനം ഇയർ എന്ന് തന്നെ നമ്മൾ പറയണം. അപ്പോൾ അതിന് 70ാം വാർഷികമെന്നോ അല്ലെങ്കിൽ വേറെന്തോ അല്ല നമ്മൾ പറയുക. ഇതിലൊക്കെ ഒരു മുദരിസായ ആളുകൾ അടുത്ത വർഷം പിന്നെ മുസ്ലിം ജമാഅത്തിൻ്റെ ദശവാർഷികം നടക്കും, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഓരോന്ന് നടക്കും. ഇതിലൊക്കെ നമ്മൾ മുദരിസുമാരായ ആളുകൾ നമുക്ക് നമ്മുടേതായ ഭാഗധേയത്വമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വായിക്കുകയും അറിയുകയും ചെയ്യണം. അതിന് സിറാജും സുന്നി വോയിസും ഒക്കെ നമ്മൾ വായിക്കുന്നതിലൂടെയും നമുക്ക് ഔദ്യോഗിക സ്ഥലത്തു നിന്ന് കിട്ടുന്ന വിവരങ്ങളായി കാണേണ്ടത്. വാട്സപ്പുകളിലൂടെ ആരെങ്കിലും അയക്കുന്ന എല്ലാ ആശയത്തെയും അറിവായി വെച്ച് അത് നമ്മളൊരിക്കലും നഖ്ല് ചെയ്യാൻ പാടില്ല. നമ്മൾ നമ്മുടെ മഹല്ലുകളെ മാതൃകാ മഹല്ലുകളാക്കി ഉയർത്തുന്നതിൻ്റെ കാര്യം ബഹുമാനപ്പെട്ട സി ഉസ്താദ് നമ്മോട് ഉണർത്തുകയുണ്ടായി. അപ്പോൾ ഇന്ന് മദ്രസകളിലും ചില വിഷയമുണ്ട്. മദ്രസകളിൽ കുട്ടികളെ ഇപ്പോൾ കിട്ടുന്നില്ല, പുതിയ വഴിക്ക് പോകുന്നു എന്ന് പറയുന്നതിന് സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസകൾ മോഡേണൈസ് ചെയ്യുന്ന രീതിയെക്കുറിച്ച് ഇപ്പോൾ വിദ്യാഭ്യാസ ബോർഡ് സജീവമായി ആലോചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലൊക്കെയുള്ള നല്ല കാര്യങ്ങൾ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി സാധിക്കണം. ഇനി വലിയ തിരക്കൊന്നും ഇല്ലാത്ത ആളുകൾ 40 ദിവസം തുടർച്ചയായി 5 ജമാഅത്തും നിസ്കരിക്കുക എന്നത് ജീവിതത്തിൽ ഒരിക്കൽ നേടിയെടുക്കാൻ റമദാനോടനുബന്ധിച്ച് നമ്മൾ പ്ലാൻ ചെയ്താൽ നമുക്ക് സാധിക്കും. ഖത്മ് തീർക്കാൻ വർഷത്തിൽ നമ്മൾ ഇവിടെ മർക്കസിൽ 4 ദൗറത്തുൽ ഖുർആൻ നടക്കുന്നുണ്ട്. അത് 1/4 ജുസ് ഒരു ദിവസം ഓതുന്ന മടിയന്മാരെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് അങ്ങനെ 4 മാസത്തിലൊരിക്കലുള്ള ദൗറ വെച്ചത്. അത് ആവിഷ്കരിച്ചത് നമ്മുടെ സുലൈമാൻ സഖാഫി വടവറമായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിൽ അതിൻ്റെ അനുഗ്രഹങ്ങൾ വർഷിക്കട്ടെ. അതേസമയം നമ്മളൊക്കെ 40 ദിവസത്തിലൊരിക്കലെങ്കിലും തീർക്കണം. ഒളവട്ടൂർ അബ്ദുൽ നാസർ ഹസനി എന്നോട് പറഞ്ഞു, അങ്ങനെ ഒരു ഇജാസത്തുണ്ട് ഉസ്മാൻ ഇബ്ൻ അഫ്ഫാൻ തങ്ങളിൽ നിന്ന് വരുന്ന, അതെവിടെയാണ് കിട്ടുകയെന്ന് ചോദിച്ചു. 40 ദിവസം കൊണ്ട് ഖത്മ് തീർക്കുന്ന, ഒരു ദിവസം 3/4 ജുസ് ഓതിയിട്ട്. ഞാൻ പലരോടും അന്വേഷിച്ചു, മക്കക്കാരോട് അന്വേഷിച്ചു, അവിടുന്നും പിടുത്തം കിട്ടിയില്ല. അവസാനം തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്ത് നിന്ന് അതിൻ്റെ സെനതും ഇജാസത്തും കിട്ടി. അപ്പോൾ 40 ദിവസം കൊണ്ട് തീർക്കണം. അപ്പോൾ അവർ പറഞ്ഞു 1/4 ജുസ് തീർക്കുന്ന ഒരു ഇജാസത്തും ഉണ്ട്. അപ്പോൾ ദൗറത്തുൽ ഖുർആന് അതൊരു ഭാഗമായി നമ്മൾ വിശുദ്ധ ഖുർആനിലെങ്കിലും അത് ഓർത്തോതിയിട്ടുള്ള ഒരു രീതി നമുക്കുണ്ടാകണം. അതുപോലെ നമ്മൾ ആളുകളെ നോമ്പ് തുറപ്പിക്കണം. ഇപ്പോൾ ജാമിഉൽ ഫുതൂഹിൽ 2000-ൻ്റെയും 3000-ൻ്റെയും ഇടയ്ക്ക് ആളുകളെയാണ് ഓരോ ദിവസവും കഴിഞ്ഞ വർഷം തുറപ്പിച്ചത്. ഈ വർഷം എത്രയാണ് ഉണ്ടാവുക, എവിടെയാണ് ഇരുത്തുക എന്ന് പറയാൻ കഴിയില്ല. ഇതൊക്കെ നമുക്ക് നമ്മളോട് ബന്ധപ്പെട്ട ആളുകളെ കൊണ്ട് അങ്ങനെ നോമ്പുതുറയിലേക്ക് സംഭാവന ചെയ്യിക്കാം. നമ്മൾ തന്നെ ആ കാര്യങ്ങൾ ഏറ്റെടുത്ത് നമ്മുടെ വീട്ടിലും നമ്മുടെ നിൽക്കുന്ന സ്ഥലത്തൊക്കെ നോമ്പ് തുറപ്പിക്കുക എന്ന ഏർപ്പാട് നമ്മുടെ വകയായി ചെയ്യുന്ന ഒരു രീതി നമുക്കുണ്ടാകണം. റമദാൻ മാസത്തിൽ മസ്ജിദിൽ ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ നമുക്ക് മാതൃകയാക്കാൻ പലയിടത്തുനിന്നും കിട്ടുന്ന വിഷയങ്ങളെ നമ്മൾ മാതൃകയാക്കണം. നമ്മളോരോ സ്ഥലത്ത് നടക്കുന്ന ആശയങ്ങളെ മാതൃകയാക്കിയിട്ട് അത് നമ്മുടെ മഹല്ലുകളിൽ നടത്തണം. പേര് അങ്ങനെ തന്നെ കോപ്പി ചെയ്യരുത്. കാരണം ഒരുപാട് പേര് ഇവിടെ കിട്ടാനുണ്ട്. ഇപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിന് പേരിട്ടപ്പോൾ ഇവിടെ വേറെന്തോ ഒരു പേരായിരുന്നു അന്ന് കണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു അത് വേണ്ട, പുതിയൊരു പേരാക്കാം. അപ്പോൾ ഓഫീസിന് ദീവാൻ എന്ന് പേരിട്ടു. ഇതിൻ്റെ ഉദ്ഘാടനം കഴിയുന്നതിന് മുമ്പ് തന്നെ തൃശ്ശൂരിൽ നിന്നൊരു പരസ്യം വന്നു, ദീവാൻ. ചോദിച്ചാൽ പോരെ, പുതിയ എത്ര പേര് ഇനി കൊടുക്കാനുണ്ട്? ഒരുപാട് പേരുകളുണ്ട്. നമ്മൾ അങ്ങനെ ബ്രാൻഡായ പേരുകളെ നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ 2 കാര്യം. ഒന്ന്, ആ ബ്രാൻഡിൻ്റെ വാല്യൂ കളയുന്നു. വഫാ സാഹിബ് പണ്ട് പറയായിരുന്നു, കുംട്ടിപ്പീടയ്ക്ക് ഇൻ്റർനാഷണൽ ഹോട്ടൽ എന്ന് പേരിടും എന്ന് പറഞ്ഞ പോലെ അങ്ങനെയുള്ള പരിപാടികൾ നമ്മൾ എടുക്കരുത്. അപ്പോൾ ഒരു ബ്രാൻഡ്, സ്ഥാപനങ്ങൾ ഒരു നെയിം ബ്രാൻഡ് ചെയ്താൽ അതങ്ങനെ ചെയ്യണം. മാഴുതിനിൽ ക്യൂ ലാൻഡ് ഖുർആൻ സ്കൂളിന് പേരിട്ടതാ, അത് അവിടെ തന്നെയാണത്. നോളജ് സിറ്റിയിൽ ക്യൂൻസ്ലാൻഡ് ഉണ്ട്. അപ്പോൾ ആളുകൾ വിചാരിച്ചു അതിൻ്റെ കോപ്പിയാണ്. ക്യൂൻസ്ലാൻഡ് എന്ന് പറഞ്ഞാൽ രാജ്ഞിയുടെ നാടെന്നാണ്. അത് പെണ്ണുങ്ങളുടെ സ്ഥാപനമായതുകൊണ്ട് അമേരിക്കയിലും ഓസ്ട്രേലിയയിലുമുള്ള കോപ്പിയാണ് നമ്മളിവിടെ ക്യൂൻസ്ലാൻഡ് എന്ന് ചെയ്തത്. അങ്ങനെ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളൊക്കെ നമുക്ക് ആ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് നമ്മൾ ചെയ്യാന്നല്ലാതെ എല്ലാം അതേ രീതിയിൽ തന്നെ പകർത്തുന്നതിന് പകരം അത് പുതിയ രീതിയിലും പുതിയ ഭാവത്തിലും, എന്തായാലും പേരിൻ്റെ വിഷയത്തിൽ വൈവിധ്യമുണ്ടാക്കുമ്പോഴാണ് നമ്മളുടെ മെയിൻ പേരുകൾക്കൊക്കെ. മുമ്പ് എക്സലൻസി മീറ്റ് എന്ന് പറഞ്ഞിട്ട് മർക്കസ് നടത്തുമായിരുന്നു. അത് ഈ വ്യാപാരികളെയും മറ്റൊക്കെ ഒരുമിച്ച് കൂടുന്നൊരു പരിപാടിയാണ്. പിന്നെ ചില സ്ഥാപനങ്ങൾ പിരിവിന് വിളിക്കുമ്പോൾ എക്സലൻസി മീറ്റ് എന്ന് പേരിട്ടു. അതോടുകൂടി എക്സലൻസിൻ്റെ പേര് പോയി. പിന്നെ എക്സലൻസി എന്ന് വിളിച്ചാൽ പിരിവിനാണെന്ന് തോന്നും. പക്ഷേ നമ്മളത് ഒഴിവാക്കി സിവിലൈസേഷൻ മീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മീറ്റ് വെച്ചു. പഠിത്ത രസം ഒരാളിനോട് പറഞ്ഞു, അവിടെ ഒരു സിവിലൈസേഷൻ മീറ്റ് നടത്തണം നമുക്ക്.
അങ്ങനെ എല്ലായിടത്തും നടത്തുന്നതിൻ്റെ ഒരു പേരല്ല അത്. ഓരോന്നിനും അതിൻ്റേതായൊരു കാഴ്ചപ്പാടുണ്ടാകും. അപ്പോൾ നമ്മൾ ബ്രാൻഡുകൾ കോപ്പി ചെയ്യുമ്പോൾ അത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ നാടുകളിൽ ഇന്ന് വർദ്ധിച്ചു വരുന്ന അനാചാരങ്ങളും മറ്റുമൊക്കെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത്. അതുപോലെ തന്നെ ഈ ഉംറ യാത്രകൾ അമിതമായി വന്നപ്പോൾ ഹജ്ജ് ചെയ്യാൻ ആളുകൾ മറന്നുകൊണ്ട് ഉംറ 2-3 ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഹജ്ജിൻ്റെ ഗൗരവം നമ്മൾ ജനങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും ഉംറക്കാടെ നിന്നോട്ടെ, ഹജ്ജ് കഴിഞ്ഞിട്ട് പിന്നെ ഉംറ ചെയ്താൽ മതി, ഹജ്ജിൻ്റെ കൂടെ ഏതായാലും ഒരു ഉംറ ഉണ്ടാവുമല്ലോ. ഇത് ഉംറക്ക് പോയി പിന്നെ ഹജ്ജിന് പൈസ ഇല്ലാതെയാവുകയാണ്. അപ്പോൾ ഹജ്ജ് ഒരു ഫർളല്ല എന്ന ആളുകൾക്ക് അതിൻ്റെ ഗൗരവം അറിയാതെ പോവുകയാണ്. ഇത് നമ്മൾ തന്നെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഉദ്ഹിയ്യത്തിൻ്റെ പ്രാധാന്യം നമ്മൾ പറയേണ്ടതുണ്ട്. അതുപോലെ ഹദിയ അറുക്കുന്നതിൻ്റെ പ്രാധാന്യം പറയണം. അത് സ്ഥാപനങ്ങളിലേക്ക് കൊടുത്തോട്ടെ. നമ്മുടെ നാടുകളിലൊക്കെ കൊച്ചു കൊച്ചു സ്ഥാപനങ്ങളുണ്ടാവും. അപ്പോൾ ആട്ടിനറുത്ത് കൊടുക്കുക, കാലിയെ അറുത്ത് കൊടുക്കുക, അതാ നാട്ടിൽ കുട്ടികളുടെ ഭക്ഷണത്തിലേക്കൊരു വകയായിട്ട് വരും. പിന്നെ നമ്മുടെ സംസ്കാരം കാത്തു സൂക്ഷിക്കുന്നതിൽ നമ്മൾ കലണ്ടറുകൾ, അറബി കലണ്ടറുകൾ മറക്കരുത്. കാസർകോട്ടുകാർക്ക് ഒരു വലിയ ഗുഡ് സല്യൂട്ട് കൊടുക്കണം. അവരിപ്പോഴും ഞായറാഴ്ച അസ്തമിച്ച തിങ്കളാഴ്ച എന്ന് പറയും. അതൊരു ഇസ്ലാമിക സംസ്കാരമാണ്, ഒഴിവാക്കരുത്. നോളജ് സിറ്റിയിൽ വെറുതൊക്കെ നമ്മൾ പറഞ്ഞത് തിങ്കളാഴ്ച രാവ് എന്നാണ്. തിങ്കളാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച അസ്തമിച്ചിട്ടുള്ളതാണ്. ദിക്ർ ഹൽക്ക് അവിടെ ഹദറയുണ്ട്. ഹദറ അറബി മാസത്തിൻ്റെ 4ാമത്തെ വെള്ളിയാഴ്ച എന്നാണ്. അത് ഇംഗ്ലീഷ് മാസത്തിൻ്റെ 3ാമത്തെ വെള്ളിയാഴ്ച എന്ന് പറയുന്ന രീതി നമുക്ക് ആയിക്കൂടാ. പിന്നെ നമ്മൾ ഉണ്ടാകൂല, നമ്മൾ ഒഴുകിപ്പോകും. അറബിക് കലണ്ടറുകൾ തന്നെ സൂക്ഷിക്കുന്ന രീതിയും നമ്മുടെ തീയതിയൊക്കെ നമ്മൾ അറബി ഓർത്തിട്ട് വാപ്പൻ്റെ ആണ്ടെന്ന് വെച്ചാൽ ഒക്ടോബർ 10 പറയും. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ആണ്ട് കുറച്ച് കഴിയുമ്പോൾ 30 കൊല്ലം കഴിയുമ്പോൾ 31 ആണ്ടായിട്ടുണ്ടാകും. അറബിയിൽ തന്നെ സൂക്ഷിക്കുന്ന രീതി നമുക്കുണ്ടാകണം. മുഹറം 9 നമ്മുടെ സാദാത്ത് ഡേ മർക്കസ് നടത്തുന്നത്. അത് മുഹറം 9. ഡൽഹി ഇമാം വിളിച്ചു മെനയാന്ന്. ഡൽഹി ഇമാം പറഞ്ഞു, അവിടുത്തെ പുതിയ ഇമാമിൻ്റെ സ്ഥാനോഹരണമുണ്ട്, ഉസ്താദിന് പങ്കെടുക്കാൻ കഴിയോ, അല്ലെങ്കിൽ ഇവിടുന്ന് വേറെ ആർക്കെങ്കിലും വരാൻ പറ്റുമോ എന്നാന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് മാസം കാണുന്നതിനനുസരിച്ചാണ് ഉണ്ടാവുക. ഏകദേശം ഫെബ്രുവരി 27, 28 ആയിരിക്കും. അത് മാസം കണ്ടാലേ പറയാൻ പറ്റുമെന്ന്. അപ്പം മാസം കണ്ടതിൻ്റെ പേരിൽ ഉറപ്പിക്കുന്ന രീതി എല്ലാ നാട്ടിലും അവർക്ക് സൂക്ഷിച്ചു പോരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ ഓരോ സമയത്തും വിഷയങ്ങളെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിജ്റയുടെ സംഭവം പറയുമ്പോൾ ജിഹാദിൻ്റെ ഒരു രീതിയെ ഇന്ന് എന്ത് രീതിയിലാണ് ഈ ലോകം മുസ്ലിങ്ങളെക്കുറിച്ച് അവതരിപ്പിക്കുന്നത്, ആ അവസ്ഥയെ നമ്മൾ തിരുത്തി കൊടുക്കണമെങ്കിൽ നബിതങ്ങൾ മക്ക വിട്ട് മദീനയിലേക്ക് പോകാനുണ്ടായ കാരണം എന്താണ്? അത് രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു എന്ന ഒരു ഫിലോസഫി അതിലുണ്ട്. ആ കാര്യം നമ്മൾ പറയുമ്പോഴാണ് ലോകത്തിന് മനസ്സിലാവുക. അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ അടിച്ചാൽ പോരെ. ഉമർ ഖത്താബ് തങ്ങളെപ്പോലുള്ള വലിയ വലിയ ആളുകൾ വന്നതിന് ശേഷമാണ് ഹിജ്റ പോകുന്നത്. അപ്പോൾ ഇരുന്ന് അടിക്കുകയല്ല വേണ്ടത്, ഒരു സമാധാനത്തിൽ ചെന്നുപോയി ചെയ്യുക. എന്നിട്ടെല്ലാം കഴിഞ്ഞ് തിരിച്ച് സമാധാനത്തോടെ തന്നെ തിരിച്ചു വന്നു. അങ്ങനെ ആശയങ്ങളെ പ്രത്യേകിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ പറയുമ്പോൾ 2 കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, തെറ്റിദ്ധാരണയുണ്ടാകാൻ പറ്റുന്ന വിഷയങ്ങൾ വരാതിരിക്കുകയും മറ്റൊന്ന് നമ്മൾ അവർക്ക് ആശയങ്ങളെ നല്ല രീതിയിൽ പുതിയ ഭാഷയിലൂടെ പറഞ്ഞുകൊടുത്ത് ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ പറ്റിയ കാര്യം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സക്കാഫികളുടെ കൗൺസിലിൽ പറഞ്ഞു. അത് എല്ലാവർക്കും ഗുണം ചെയ്യുന്നത് കൊണ്ട് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനരായ സയ്യിദ് ത്വാഹ തങ്ങൾ SYSൻ്റെ പ്രസിഡൻറ്റ് തങ്ങൾ പറഞ്ഞു, ദുബായിൽ പോയപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നപ്പോൾ അവിടെ ക്യാഷിലിരിക്കുന്ന ആൾ തങ്ങളോട് ചോദിച്ചു, നിങ്ങൾ മൗലാനയാണോ? അതെ. എന്താണ് വിഷയം? അപ്പോൾ അയാൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഒരു ബറാഅത്ത് സൂറത്തിൽ സൂറ ബറാഅമേ 4th ആയത്ത് മേ ക്യാ പറ ഹെ? ബറാഅത്ത് സൂറത്തിൻ്റെ 4ാമത്തെ ആയത്തിൽ എന്താ പറഞ്ഞത്? തങ്ങൾ ആയത്ത് നോക്കിയത് 4 അല്ല ഇത് 5. നോക്കൽ നമ്മൾ നമ്പർ 1, നമ്പർ 2 അങ്ങനെയല്ല കാര്യങ്ങൾ എഴുതുക. ഖുർആൻ ആയത്തിന് അവസാനമാണല്ലോ നമ്പർ ഉണ്ടാവുക. അപ്പോൾ 5ാമത്തെ ആയത്തിൽ എന്താണ് പറയുന്നത്? ഫഖ്തുലുൽ മുശ്രിക്കീന ഹൈസു വജത്തുമൂഹും, മുശ്രിക്കിനെ എവിടെ കണ്ടാലും വെട്ടിക്കളയണം എന്നാണ്. തങ്ങൾ പറഞ്ഞ അതിൻ്റെ ബാക്കി നോക്കിയിട്ടുണ്ട്. അതിന് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഇല്ല, ഓനെ എവിടുന്നോ മെസ്സേജ് കിട്ടിയത് വായിച്ച് പറയാണ്. എന്നാൽ അതും കൂടെ ഒന്ന് നോക്കുന്നവർ. തങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനമൊക്കെ വാങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ പറഞ്ഞു, ആപ്കെ പാസ് ടൈം ഹേ? ടൈം ഹേ. തോ ഈ ക്യാ ബതായാ ഹേ? അപ്പോൾ ഖുർആൻ തുറന്ന് ഹിന്ദിയിലുള്ള ട്രാൻസ്ലേഷൻ എടുത്തിട്ടുണ്ട്. ഒരു അമുസ്ലിമാണ്. അപ്പോൾ 5
ഓൻ്റെ നമ്പർ 5, നമ്മൾ 6. എന്താ പറയുന്നത്? വന്നഹദും മിനൽ മുശ്രിക്കീന ഇസ്തജാറക ഫഅജിർഹു. ബഹുദൈവ വിശ്വാസിയായ ആൾ റെഫ്യൂജ് തേടിയാൽ റെഫ്യൂജ് കൊടുക്കണം. ഹത്താ യസ്മഅ കലാം അല്ലാഹ്, അവൻ ഖുർആൻ കേട്ട് പഠിക്കട്ടെ എന്നല്ല അതിനർത്ഥം വെക്കേണ്ടത്. അവന് വേദം കേൾക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം. കാരണം വേദങ്ങൾ ശവിക്കുന്ന ഒരു ശൂദ്രൻ്റെ കാതിലീയം ഒഴിക്കണം എന്നുള്ള മനുസ്മൃതി കാട്ടിലേക്ക് എറിയുവിൻ അല്ലെങ്കിൽ കരിക്കുവിൻ എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ വേദം ആരും കേൾക്കാൻ പാടില്ല എന്ന് പറയുന്നൊരു വിഭാഗം ഇവിടെയുണ്ട്. ഹത്താ യസ്മഅ കലാം അല്ലാഹ്, അവൻ വേണമെങ്കിൽ വേദം കേൾക്കട്ടെ, വേദം കേൾക്കാനും അവസരം കൊടുക്കണം. എന്നിട്ട് അവൻ മനസ്സിലാക്കട്ടെ ഇസ്ലാമിനെ കുറിച്ച്. മതത്തിലേക്ക് വരിക എന്നല്ല, ഇസ്ലാമിൻ്റെ എന്താണ് എന്ന് അവൻ മനസ്സിലാക്കാൻ അവസരം ഉണ്ടാകട്ടെ. സുമ്മ അബ്ലുഹു മഅ്മനു. ഈ ആയത്തിൻ്റെ അർത്ഥം കണ്ടപ്പോൾ ഈ തീവ്ര മനോഭാവത്തിൽ മുസ്ലിങ്ങളോട് നിൽക്കുന്ന ആ മനുഷ്യൻ യേ ബി ഖുർആൻ ഹേ, ഇത് ഖുർആനിലുള്ളതാണോ എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെയാണ് അവർ ധരിക്കുന്നത്. അങ്ങനെ അവർക്ക് വിവരമില്ലാത്തത് കൊണ്ടും അവർക്ക് ലഭിക്കുന്ന തെറ്റായ വിവരം കൊണ്ടുമാണ് മുസ്ലിങ്ങളെക്കുറിച്ച് അവർ തെറ്റായി മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് തിരുത്തി കൊടുക്കാൻ ആവശ്യമായ രീതിയിൽ ഇത്തരം കാര്യങ്ങളെ നമ്മൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിലടക്കം പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ചാലിയത്ത് ബാവാഹാജിൻ്റെ വീട്ടിൽ അല്ലാഹു റഹ്മഹു ഒരു നോമ്പർക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ മൂപ്പരുടെ ഓഡിറ്റർമാരും മറ്റുമൊക്കെ ഉണ്ട്, കുറേ ഹിന്ദുക്കൾ ബ്രാഹ്മണന്മാരൊക്കെയാണ്. അപ്പോൾ നോമ്പിന് ഒന്ന് പ്രസംഗിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്ലാം സൗഹാർദ്ദത്തിൻ്റെ മതമാണ് എന്ന് പറയുന്നതിന് പകരം ഞാനവിടെ നോമ്പിന് പറ്റി, നോമ്പ് എന്ന് പറഞ്ഞാൽ ഇന്ന സമയത്ത് തുടങ്ങി ഇന്ന സമയം വരെ അന്നപാന ഭോഗവർജനമാണ്, ഇന്നതൊക്കെയാണ് ഒഴിവാക്കുന്നത്, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഇന്നതൊക്കെയാണ്, അങ്ങനെയാണ് നോമ്പ് എന്നങ്ങ് പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെയൊരു സമഗ്രമായൊരു സാധനമാണോ ഇസ്ലാം എന്നുള്ളൊരു ചോദ്യം ഉണ്ടായി. വളരെ ഇഷ്ടപ്പെട്ടു അവർക്ക്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ ആൾക്കാർ ഒരു ദിവസം നോമ്പ് തുറക്ക് ക്ഷണിച്ച ദുബായിൽ. ഇങ്ങനെ തന്നെ ഒരു 90% അമുസ്ലിങ്ങളാണ്. നമ്മൾ ദീനിൻ്റെ കാര്യങ്ങൾ, വുദൂ മുറിയുന്ന കാര്യങ്ങൾ, വുദൂ സുന്നത്തായ കാര്യങ്ങൾ, മിസ്വാക്ക് സുന്നത്തായ കാര്യങ്ങൾ, ഇതൊക്കെ പറയേണ്ട രീതിയിൽ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ പറയുമ്പോൾ ഇസ്ലാമിൽ ഇത്രയും വലിയ കാര്യങ്ങളുണ്ടോ എന്ന് ചിന്തിക്കും. അവർക്ക് ഒപ്പിച്ചു പറയുന്നതിന് പകരം നമ്മുടെ കാര്യങ്ങളെ പറയാൻ പറ്റിയ ഭാഷയിൽ നമ്മൾ അവതരിപ്പിച്ച ദീനുൽ ഇസ്ലാമിനെ അവർ മനസ്സിലാക്കുന്നതിലൊക്കെ വലിയ ഗുണങ്ങളുണ്ടാകും. അതുകൊണ്ട് പഠിക്കാനും വളരാനും കൂടുതൽ തയ്യാറാവുക. നമ്മുടെ പ്രസിദ്ധീകരണങ്ങളുടെയൊക്കെ നമ്മളതിൻ്റെ വരിക്കാരാകുന്നതിനപ്പുറം വായനയുടെ കൂടി ആളുകളായി മാറുക. ഇൻഷാ അല്ലാഹ് അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ഉൾക്കൊള്ളാനും പഠിക്കാനും അവസരങ്ങൾ ഉണ്ടാകും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.